മഹത്വം. കർത്താവിൻ്റെ ധന്യമായ തിരുനാമം ഇന്ന് പാൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനം 19 പ്രകാരം പറയുന്നു, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാറ്, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് 19 സങ്കീർത്തനം. ഹല്ലേലൂയ. ദാവീദ് ഊരിയാവിനോട് പാപം ചെയ്തപ്പോൾ ദാവീദ് അത് മറച്ചു വെച്ചു. എന്നാൽ നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ദാവീദ് ഹല്ലേലൂയ അപ്പോൾ തന്നെ സാഷ്ടാംഗം ദൈവത്തിൻ്റെ മുമ്പാകെ ഹല്ലേലൂയ കമിഴ്ന്ന് വീണ് തൻ്റെ തെറ്റ് ദൈവത്തോട് ഏറ്റു പറയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ കോപം അവന് വിട്ടുമാറുവാൻ സമയമേറെ എടുത്തു. എന്നാലും ഹല്ലേലൂയ ഒരു തെറ്റ് താൻ ചെയ്തു എന്ന് മറ്റൊരാൾ തന്നെ ബോധിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു ഇതുമില്ലാതെ ഹല്ലേലൂയ ഒരു വ്യത്യാസവുമില്ലാതെ ഞാനത് തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുവാനുള്ള ഒരു ദാവീദിൻ്റെ മനസ്സ്, ആ മനസ്സിനെയാണ് കർത്താവ് നോക്കിയത്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് വാൽക്കാലം എൻ്റെ സഹോദരങ്ങളെ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടോ, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്? നമുക്ക് ഹല്ലേലൂയ ദൈവത്തോട് അടുക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവവചനത്തോടടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വചനം നമ്മൾ വായിക്കുമ്പോൾ ആ വചനം നമ്മളെ ശുദ്ധീകരിപ്പാനായിട്ടിടയാകും. അതുകൊണ്ടാണ് പല ദൈവദാസന്മാരും, പല ശ്രേഷ്ഠ ദൈവദാസന്മാരും പറയുന്നത്, നിങ്ങൾ വചനം വായിക്കണം, നിങ്ങൾ വചനത്തിൽ വേരൂന്നി വളരണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നതും ഇതുകൊണ്ടാണ്. നമ്മൾ ഹല്ലേലൂയ വചനം വായിക്കും തോറും നമ്മൾ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ നമുക്ക് ഗ്രഹിക്കാനുള്ള കൃപ, ഗ്രഹിക്കുവാനുള്ള അഭിഷേകം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകർന്നു തരും. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന പാപ സ്വഭാവങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പെർഫെക്റ്റാണ്, നമ്മൾ ഹല്ലേലൂയ 100ൽ 100 പറഞ്ഞ് നമ്മൾ നടക്കുമ്പോഴും നമ്മളെ അറിയാതെ ഹല്ലേലൂയ നമ്മളെ ഹല്ലേലൂയ ശല്യം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ ആത്മാവിനെ ഹല്ലേലൂയ കെടാത്ത തീയിലിടുവാൻ കാത്തിരിക്കുന്ന തെറ്റുകൾ നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നുണ്ട്. ആ തെറ്റുകളെ തിരിച്ചറിയണമെങ്കിൽ, ഗ്രഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ മാത്രമേ ആ കൃപ നമുക്ക് ലഭിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം വായിക്കുക, ദൈവത്തിൻ്റെ വചനത്തിലൂടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധീകരിപ്പാനായിട്ട് ഇടയാകും. മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാടുണ്ട്. ദിനവും ദൈവത്തോട് അത് ഏറ്റുപറയുവാൻ തയ്യാറായാലേ, കർത്താവെ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി അടിയനൊന്നും മോചിപ്പിക്കണേ കർത്താവെ. തെറ്റുകൾ ചങ്ങല പോലെയാണ്. ഹല്ലേലൂയ. നമ്മൾ ചെയ്യുമ്പോൾ അത് സിമ്പിളാണെന്ന് നമുക്ക് തോന്നും, അത് നമ്മളെ ചങ്ങല കൊണ്ട് ബന്ധിക്കുന്ന പോലെ ഓരോ ദിവസവും നമ്മളെ ബന്ധിച്ച് കൊണ്ടേയിരിക്കും. നമ്മൾ അറിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ വീട് തന്നെ തടസ്സം ഹല്ലേലൂയ ഈ തെറ്റുകളായിരിക്കാം, ഈ തിന്മകളായിരിക്കാം, ചെറുതായി നമ്മൾ ചെയ്തു പോയത്, ചെറുതായി പറഞ്ഞ കളവുകൾ ഹല്ലേലൂയ, ചെറുതായി ചെയ്തു പോയ വാക്കുകൾ ഹല്ലേലൂയ. ഇന്ന് വാൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഓർപ്പിക്കുന്നത്, എൻ്റെ സഹോദരങ്ങളെ ദൈവത്തോട് ഏറ്റു പറയാൻ തയ്യാറാവാമോ? ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞ പോലെ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ ഒന്ന് മോചിപ്പിക്കണമെന്ന് ദൈവസന്നിധിയിൽ താഴാമെങ്കിൽ